ഗീതികയെ കാണാൻ വരുന്ന മഹേന്ദ്രൻ. അവൾ മഹേന്ദ്രനോട് ഒരു അപരിചിതനെ പോലെ സംസാരിക്കുന്നു. വിഷമവൃത്തത്തിലാവുന്ന മഹേന്ദ്രൻ തന്റെ കയ്യിൽ നിന്ന് എല്ലാം വിട്ടുപോകുകയാണെന്നും തനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ശ്രീറാമിനോട് ഡോക്ടർ ജെയിംസ് വിളിച്ചു പറയുന്നു. കുറച്ചുകൂടി കാത്തിരിക്കാൻ പറയുന്ന ശ്രീറാം. വിശാഖനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ പുത്രൻ വക്കീലുമായി സൗഹൃദം സ്ഥാപിക്കണമെന്ന് നിഖിലിനോട് പറയുന്ന ശ്രീറാം. ഇതിനോടൊന്നും യോജിക്കാതെ മീനാക്ഷിയുമായി തനിക്ക് ബന്ധം പിരിയണമെന്നും അതിന് എന്താണ് വഴിയെന്നും പുത്രനോട് ചോദിക്കുന്ന നിഖിൽ. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ താനും അച്ഛനും തയ്യാറാണെന്നും നിഖിൽ പറയുന്നു. ഇതിന് വഴങ്ങുന്ന പുത്രൻ വക്കീൽ. ഇതിനിടയ്ക്ക് വിശാഖ് എവിടെയാണെന്ന നിഖിലിന്റെ ചോദ്യത്തിന് വിശാഖ് സേവ്യറുടെ അടുത്താണെന്ന് പുത്രൻ മറുപടി പറയുന്നു. മീനാക്ഷിക്ക് വന്ന മാറ്റത്തെപ്പറ്റി ശ്രീറാമിനോട് പറയുന്ന അഭിരാമി. അവൾക്കും ഈ കേസിൽ പങ്കുള്ളതായി തനിക്ക് സംശയമുണ്ടെന്ന് അഭിരാമി. അങ്കലാപ്പിലാകുന്ന ശ്രീറാം ചന്ദ്രശേഖർ. മഹേന്ദ്രനെ കാണാൻ വരുന്ന അഭിരാമി. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി ഇനി 3 എപ്പിസോഡുകൾ മാത്രം. നിങ്ങളും നിങ്ങളുടെ പോലീസുകാരനും കൂടി പറയുന്നു എനിക്ക് കേൾക്കണ്ട. നിങ്ങളുടെ ഈ വാക്ക് വിശ്വസിച്ചതിന്റെ ഇപ്പം ഞങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ. ഇത്രയും നാളും ആരെയും അറിയിക്കാതെയും പറയാതെയും കഴിഞ്ഞിട്ട് എന്തായി? തീ തിന്ന് കഴിയായിരുന്നു ഇത്രയും കാലം. ഇനി ഈ ഒളിച്ചതിന്റെ മറച്ചതിന്റെ ശിക്ഷ വേറെ അനുഭവിക്കണം. എന്തൊക്കെയായാലും ഇതിപ്പോ ഇത്രയായില്ലേ? കുറച്ച് ദിവസങ്ങളുടെ കാര്യമുള്ളൂ. ആ ഡോക്ടർ ഗീതികയ്ക്ക് എത്രയും ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ നൽകിയേക്കുന്നത്. അദ്ദേഹത്തെ പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീറാമിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാ ഇത്രയും വലിയൊരു റിസ്കിന് തയ്യാറായത്. മാഷു അപ്പും വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ശരിവെക്കുന്ന രീതിയിൽ കോടതിയിലൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. നോ, ഈ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കള്ളസാക്ഷി പറയാൻ എന്നെ കിട്ടത്തില്ല. ഞാനുള്ള സത്യം മുഴുവൻ ആ സൈമൺ സാറിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാനും അപ്പും ഞങ്ങൾ രണ്ടുപേരും. മോളൂന് ഒരു രോഗവും ഇല്ലെന്നുള്ള കാര്യം ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി പറയാനും തിരുത്തി പറയാനും ഞങ്ങളെ കിട്ടില്ല. പക്ഷേ മാഷെ, ഞാൻ പറയുന്നുണ്ടോ? പുതിയ കഥയായിട്ട് ഇറങ്ങിയിരിക്കുക. ഈ സ്ത്രീ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അപ്പു, ഞാൻ വേണ്ട. നിങ്ങളുടെ ഫ്രണ്ട് പോലീസ് ഓഫീസറുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അന്ന് അത് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പൊ വീണ്ടും കോടതിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കള്ളം പറയിപ്പിക്കണം അല്ലേ? അല്ലേ? എന്തിനാത്? എല്ലാവർക്കും അറിയാം. ഞങ്ങളെ വീണ്ടും ഈ കേസ് കൊണ്ടുവന്ന് കുരുക്കാനല്ലേ? അപ്പു, എന്നെ ഒന്ന് വേണ്ട. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഇക്കാര്യത്തെ കുറിച്ച് പറയാനായിട്ട് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട. ഒന്ന് പോവാൻ നോക്കിയേ. ചെല്ല. നിങ്ങളൊന്ന് പോ. നിങ്ങൾ പോ. അതറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. ആശാനപ്പ ഇക്കാര്യത്തിൽ ഫുൾ സപ്പോർട്ടാണേ. അതറിയാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. അപ്പൊ ശരിയെന്നാ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. പറഞ്ഞപ്പോ ആശാനതിൽ പരമൊരു സന്തോഷമില്ല. നിഖിലിനെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാൻ ചെന്നാ അയാള് പറയുന്നേ. മോനെ, അപ്പൊ ഇനി നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഞാനതല്ല ആലോചിക്കുന്നേ. എന്തോ മഹാഭാഗ്യം. അതുകൊണ്ടാ നിഖിലിന്റെയും മീനാക്ഷിയുടെയും കല്യാണവും നടക്കാതെ പോയി. പിന്നല്ലാതെ ഇല്ലായിരുന്നു ഡിവോഴ്സ് മറ്റേ പറയണം. കോടതി കയറ്റി അവിടെ നിർത്തി പൊരിക്കത്തില്ലായിരുന്നു. സമ്പാദിച്ച സ്വത്ത് മുഴുവൻ എഴുതി ഒപ്പിട്ട് വാങ്ങിയനെ. നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവസാനം നാട് നില തെണ്ടാനായിരുന്നനെ അച്ഛന്റെ മോന്റെയും വിധി. അന്ന് അങ്ങനെയൊന്നും സംഭവിക്കാൻ നന്നായി. ഇനിയിപ്പോ ബിസിനസ്സിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിപ്പോ ശരിക്കും പറഞ്ഞ ബ്ലാങ്കാ. ആരുമില്ല ഒരു സപ്പോർട്ടിന്. അതെ, ഒറ്റയ്ക്കാന്നുള്ള ചിന്തയൊക്കെ മക്കളങ്ങ് വിട്. ഞങ്ങളൊക്കെ ഉണ്ട് മോന്റെ കൂടെ. ഞങ്ങളുടെ ആശാന്റെ മോനല്ലയോ? അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? അല്ലയോടോ? പിന്നല്ലോ. നമുക്ക് ഓഫീസിൽ നിന്ന് സംസാരിക്കാം. 201 ഒന്ന് വെക്കറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബില്ല് റെഡി ആയിക്കോ. ഞാൻ ഓഫീസിലുണ്ടാവും. ഒരു 3 കോഫി കൊടുത്തേക്ക്. ഓക്കെ, വരൂ. മോള് സാറിന്റെ ഓഫീസിലേക്ക് 3 കോഫി വിളിച്ചു പോകാം. വരൂ. ഇനിയിപ്പോ ഉത്തരവാദിത്തങ്ങൾ കൂടുമല്ലേ? ഞാൻ തന്നെ എല്ലാം നോക്കി നടത്തണമല്ലോ. ബിസിനസ്സിലാണെങ്കിലും ലൈഫിലാണെങ്കിലും
എന്തിനും എൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ വേണം. പെട്ടെന്ന് മനസ്സിൽ വന്ന പേര് നമ്മുടെ വിശാഖിൻ്റെയാ. വിശാഖന്റെയോ? ആ വിശാഖ് കൊള്ളാം, അത് ബെസ്റ്റ് ഐഡിയ. അവനാള് പുലിയാ. നിങ്ങൾ തമ്മിൽ ബാംഗ്ലൂർ വെച്ചൊരു കണക്ഷൻ ഉണ്ടല്ലേ? ആ അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ തീരുമാനിച്ചേ. ഞാനോർത്തപ്പോൾ എന്നെപ്പോലൊരു ബാഡ് ഫേസിൽ കൂടി അവന് നീങ്ങുന്നേ. പിന്നെ അവൻ ഈ കേസിലൊക്കെ വന്ന് കൊടുങ്ങാൻ കാരണം ഞാനാണല്ലോ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. കൊള്ളാം, കുഴപ്പമില്ല. വിശാഖ് കൊള്ളാം. അവൻ സമ്മതിക്കുവോന്ന്? അവന്റെ ഒരു സ്വഭാവം അറിയാലോ. ഞാൻ സംസാരിക്കും അങ്കിൾ വിശാഖനോട്, ഞാൻ സമ്മതിപ്പിച്ചോളാം. പിന്നെ ഈ കേസിന്റെ കാര്യമൊക്കെ ഓർത്തിട്ടായിരിക്കും അവന് ടെൻഷൻ. കേസും കാര്യങ്ങളും തീരുന്നിടം വരെ അവനെ ഈ ഹോട്ടലിൽ താമസിക്കാമല്ലോ, അതല്ലേ നല്ലത്. അത് കൊള്ളാം. ഞാനൊന്ന് വിളിച്ചു നോക്കാം അവനെ. ആ എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 50 lakhs ICCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക്. ആ ഉടൻ തന്നെ 50 lakhs 50. ആ ഇപ്പോൾ തന്നെ 50. ആ ഓക്കെ. ആ കോഫി കുടിക്കങ്ങളെ. കോഫി കുടിക്കങ്ങളെ. കോഫി കുടി കോഫി കുടിക്ക്. കോഫി കുടി. നല്ല മധുരം. ആ നിഖിൽ, എന്തായി? അവര് സംസാരിച്ചിട്ട് പോയോ? ദാ ഇപ്പം ഇറങ്ങിയുള്ളൂ സാർ. എന്നിട്ട് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. വിശാഖനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. വിശാഖ് ഇവിടെ എത്തണം നിഖിൽ, അത് നമ്മുടെ ആവശ്യമാണ്. എങ്ങനെയെങ്കിലും അവനവിടെ എത്തിക്കണം. ഞാൻ ശ്രമിക്കാം സാർ. ശ്രമിച്ചാ പോരാ നിഖിൽ. സാർ അവൻ വരും, ഉറപ്പായിട്ടും വരും. ഓക്കെ, പക്ഷേ നമ്മൾ അവനെ ട്രേസ് ഔട്ട് ചെയ്യുന്ന വിവരം പുറത്താരും അറിയരുത്, പ്രത്യേകിച്ചും പോലീസ്. ഇല്ല സാർ, ഞാൻ വേറെ ആരോടും പറയില്ല. ഓക്കെ നിഖിൽ. മോള് വല്ലതും കഴിച്ചോ? എന്റെ കാര്യം എന്തിനാ അന്വേഷിക്കുന്നത്? എന്റെ കാര്യം ഒന്നും ആരും അന്വേഷിക്കണ്ട. ആരോ വന്നല്ലോ. വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നെഞ്ചിടിക്കുക. ചെന്ന് വാതിൽ തുറന്ന് നോക്ക്. ചിലപ്പോ ഭർത്താവ് വന്നതറിഞ്ഞ് ഭാര്യ അന്വേഷിച്ചു വന്നതായിരിക്കും. ചെല്ല്. എന്താ? സൈമൺ സാർ പറഞ്ഞിട്ട് വരിക. എന്താ കാര്യം? അപർണ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്താ? അതൊക്കെ സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. അല്ല, അത് നിങ്ങളോട് പറയുന്ന കേൾക്കാം. മോളെ വിളിക്ക്. മോളെ, നിന്നെ SP ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുക. എന്തിന്? എന്തിനാന്ന് ചോദിച്ചാൽ അവര് വല്ലതും പറയുവോ? ഈ ചോദ്യം ചെയ്യൽ കുറെ ആയല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞു മോളെ, അതൊന്നും അവർക്ക് വിഷയമല്ല. ദിവസം ഓരോരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഉണ്ടാക്കല്ലേ അവര്. എനിക്ക് വയ്യ. അവര് പറയുമ്പോഴൊക്കെ അങ്ങോട്ട് ചെല്ലാൻ എനിക്ക് വയ്യ. എന്തെങ്കിലും അറിയാനുണ്ടെ ഇങ്ങോട്ട് ഒന്ന് ചോദിക്കാൻ പറ. ഇതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ അവരെ ഇറിറ്റേറ്റ് ചെയ്യണ്ട. ചർച്ചയ്ക്ക് സമയമില്ലെന്നേ, പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. മോള് പെട്ടെന്ന് റെഡിയാകും, ഞാനും കൂടെ വരാം. ചെല്ല്. അവളിപ്പോ റെഡിയാകും, ഞാനും കൂടെ വരാം. വേണ്ട, അപർണ ഒറ്റയ്ക്ക് വന്നാൽ മതി. എസ്കോട്ടും കൂട്ടൊന്നും വേണ്ട. അതിനാ വനിതാ പോലീസിനെ കൊണ്ടുവന്നത്. ഞാനും കൂടെ വരാം. നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ വന്നാൽ മതിയെന്നേ. ബാഗും പേഴ്സൊന്നും വേണ്ട, അതൊക്കെ അവിടെ വെച്ചേക്ക്.
എനിക്ക് ആവശ്യമുണ്ട്. അതൊന്നും ആവശ്യമില്ല. അവിടെ കൊടുത്തിട്ട് വാ. ചെല്ല്. നടക്ക്. സർ, ഇത് തന്നെ ആ പോലീസ് ഓഫീസറും എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് അങ്ങനെ ഒരു ഇഷ്യൂ കന്യാകുമാരിയിൽ വെച്ചുണ്ടായി. അതിൽ കവിഞ്ഞ അതിൽ ഒരു പ്രശ്നവും ഇല്ല. ഒരു പോലീസ് റെയ്ഡ് വന്നപ്പോ അതും അരവിന്ദുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ന്യൂസ് വരാതിരിക്കാൻ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ജൂഡിനും ഇക്കാര്യമൊക്കെ അറിയാം. വേറെ ആരെ ഇക്കാര്യം അറിയിക്കണമെന്നും ബോധിപ്പിക്കണമെന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ, അപർണയുടെയും മൊഴി ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഈ മൊഴി അങ്ങോട്ട് എഴുതി വയ്ക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയോ? അരവിന്ദൻ എന്ന അപർണയുടെ സഹയാത്രികന്റെ മൊഴിയും അപർണയുടെ മൊഴിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പം ഞങ്ങള് പോലീസുകാർക്ക് അങ്ങനെ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഒന്നുകിൽ അവൻ ഫ്രോഡ്, അല്ലെങ്കിൽ അപർണ ഫ്രോഡ്. നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഫ്രോഡാക്കിയാലേ കേസിന് ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പൊ എങ്ങനെ? അപർണ ഒന്ന് സമ്മതിച്ചാൽ മതി, ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും അരവിന്ദ് നായർ പറഞ്ഞതാണ് സത്യമെന്നും. പക്ഷെ സർ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ അവനാണ് ഫ്രോഡ്. ഒരു കാര്യം ചെയ്യാം, അവനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. എന്നിട്ട് അപർണയുടെ മുമ്പിൽ വെച്ച് തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കാം. എന്തേ സജിത? സർ. അവനെ വിളിക്കേ. യെസ് സർ. സർ, ഈ വിശാഖിനെ ജൂഡിന്റെ വീട്ടുകാർ കൊണ്ടു നടക്കുകയായിരുന്നു. ജൂഡ് മരിച്ചു കഴിഞ്ഞ് ഒരു 5 മാസമായി കാണും. വിശാഖിന് വേണ്ടി അപ്പൂന് അവരൊരു പ്രപ്പോസൽ വെച്ചിരുന്നു സർ. ഈ അരവിന്ദ് നായരോട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. അവൻ പറഞ്ഞത് നിങ്ങളവിടെ ചെന്നതറിയാതെ ഈ ജൂഡ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നങ്ങ് ചാടുകയായിരുന്നു എന്നാ. പക്ഷെ അപർണയുടെ മൊഴിയിൽ നിങ്ങൾ ഒരുമിച്ച് പോയി എന്നല്ലേ, ജൂഡും അപർണയും അരവിന്ദും. അപ്പൊ പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സ്വയം തിരുത്തി കാര്യങ്ങളൊക്കെ നേരെ ചുവേ ഞങ്ങളോട് പറഞ്ഞു തന്നില്ലെങ്കിലേ ഞങ്ങൾ പാടുപെടും. നിങ്ങളെ രണ്ടിനെ ഇങ്ങനെ വെട്ടിയും തിരുത്തിയിരുന്നാലേ നിങ്ങളും വെറുതെ വൃത്തികേടാവും, ഞാനും വൃത്തികേടാവും, അല്ലയോ? കേട്ടോ പറഞ്ഞ ഇവൻ ഉറപ്പിച്ചു പറയുന്നതേ ആ ജൂഡ് വെറും ഫ്രോഡായിരുന്നു. അതിനിവൻ പറയുന്ന കാരണം എന്താണെന്നറിയോ? അന്ന് ജൂഡിന്റെ കൂടെ എല്ലാ കുരുത്തക്കേടുകളും ഒപ്പിച്ചു കൊടുക്കാൻ വേറൊരുത്തൻ കൂടെ ഉണ്ടായിരുന്നു അങ്ങ് കന്യാകുമാരിയില്. അതാരായിരുന്നു എന്നറിയാവോ? അറിയാവോ? അപർണയ്ക്കറിയാവോ? വിശാഖ് സുബ്രഹ്മണ്യം. എന്തേ? ആ ശരിയാന്നോ? മനസ്സിലായില്ലയോ? ആ ഈ ജൂഡ് കൊലക്കേസിലെ
ശ്രീരാം ചന്ദ്രശേഖരൻ ഒരിക്കൽ ഒരുത്തനെ പിടിച്ച് അകത്തിട്ടില്ലായിരുന്നോ? അവൻ തന്നെ. ഡ്രഗ് അഡിക്റ്റും കുത്തുകേസിലെ പ്രതിയും ഒക്കെയാ. ഇവൻ പറയുന്നതേ കന്യാകുമാരിയിൽ ഈ ജൂഡും വിശാലും തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു എന്നാ. അവനും ഇവനും കൂട്ടായിരുന്നു. അപർണെ അരവിന്ദനെയും കുരുക്കിയ റെയ്ഡ് കേസ് വരെ പ്ലാൻ ചെയ്ത് അവനായിരുന്നു എന്നാ. അത് സത്യോ സർ, ഉറപ്പാ. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ. കണ്ടോ? പിന്നെ അവൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. പറയടാ കൊണ്ട്. സർ, ഈ വിശാഖിനെ ജൂഡിന്റെ വീട്ടുകാർ കൊണ്ടു നടക്കുകയായിരുന്നു. ജൂഡ് മരിച്ചു കഴിഞ്ഞ് ഒരു 5 മാസമായി കാണും. വിശാഖിന് വേണ്ടി അപ്പൂന് അവരൊരു പ്രപ്പോസൽ വെച്ചിരുന്നു സർ. ആഹാ. എന്നിട്ട് പറ. എന്നോട് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു കൊടുക്കടാ. അങ്ങോട്ട് പറ. അന്ന് വിശാഖിന് ജാമ്യം കിട്ടിയ ദിവസമായിരുന്നു. വിശാഖും അപ്പവും ട്രീസയും കൂടി ഒരു റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നു. ഓ, ശരിയാണോ കൊച്ചേ? മീറ്റ് ചെയ്തായിരുന്നു? അതെ സർ. അന്ന് അവർ പ്രപ്പോസലിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. ആഹാ, പ്രപ്പോസലിനെ കുറിച്ചോ? എന്നിട്ട് പറഞ്ഞ കേക്കട്ടെ. സർ, അന്ന് ഞാൻ അവരുടെ ഇടയിൽ ചെന്ന് പെട്ടുപോയതാ. അന്ന് വിശാഖ് വലിയൊരു സാക്രിഫൈസിങ് ലൈനിൽ നിൽക്കുമായിരുന്നു. അപ്പോ 5 മാസം പ്രഗ്നന്റ് ആയിരുന്നല്ലോ. 5 മാസം പ്രഗ്നന്റ് ആയിരുന്നു? ശരിയാണോ കൊച്ചേ? അതെ. അപ്പൊ അത് കറക്റ്റാ. പറഞ്ഞോ. അതൊന്നും അവനൊരു പ്രശ്നമല്ല. കല്യാണം കഴിച്ചോളാന്നൊരു ലൈനിലായിരുന്നു. ട്രീസയായിരുന്നു ഇവർക്കിടയിലെ മീഡിയേറ്റർ. കേട്ടല്ലോ? ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെ? അതെ. ഓ ജീസസ്. ഒരു ദിവസം ട്രീസ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് പക്ഷെ പ്രപ്പോസൽ ഒന്നുമല്ല. പിന്നെ? അത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് കേട്ടപ്പോ തന്നെ ഞാൻ നോയും പറഞ്ഞതാ. എന്റെ മനസ്സിലാകെ ജൂഡ് മാത്രമേ ഉള്ളൂ. അത് അന്നായാലും ഇന്നായാലും എന്നായാലും. അപ്പൊ ദേവദാസിന്റെ ഫീമെയിൽ വെർഷൻ ആണല്ലയോ? ഓ ശരി, സമ്മതിച്ചേ. അപ്പോ കന്യാകുമാരിയിലെ ജൂഡിനൊപ്പം വിശാഖിനെ കണ്ടു എന്ന് അരവിന്ദ് പറയുന്നു. ജൂഡും വിശാഖും തമ്മിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ ഒരൊറ്റ കണക്ഷൻ പോലെ ജൂഡ് ഫ്രോഡാണെന്ന് മനസ്സിലാക്കാൻ. അല്ലേ സർ? കന്യാകുമാരിയിൽ വെച്ച് വിശാഖിനെ ഞങ്ങൾ കണ്ടിരുന്നു. അത് സത്യമാ. ആണോ? എന്നിട്ട് അന്ന് ജൂഡുമായിട്ട് അവൻ എന്തോ സംസാരിച്ചു. അതല്ലാതെ അവര് തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. എന്നിട്ട് ഈ വിശാഖിനെ ജൂഡ് അപർണയ്ക്ക് പരിചയപ്പെടുത്തുന്നോ? ഇല്ല. അത് ശരി. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ കാര്യം എന്തുവാ? അന്നത്തെ ദിവസം വിവേകാനന്ദ റോക്കിൽ ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അന്ന് അവൻ അവിടെ നിപ്പുണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ പോയ റെസ്റ്റോറന്റിലും അവനെ കണ്ടിരുന്നു. ഓ അത് ശരി. അവനാള് കൊള്ളാലോ. നിങ്ങളെ ഫോളോ ചെയ്യായിരുന്നല്ലോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് അവൻ നിങ്ങളുടെ മുറിയിൽ എത്ര മണിക്കാ വന്നത്? റൂമിലോ? അവൻ ഞങ്ങളുടെ റൂമിലൊന്നും വന്നിട്ടില്ല. അത് കള്ളം. അന്ന് രാത്രി റെയ്ഡിന് മുമ്പ് അവൻ നിങ്ങളുടെ റൂമിൽ വന്നിരുന്നു. അത് സത്യം. ഇല്ല സർ, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. വളരെ ആക്സിഡന്റലായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യായിരുന്നു. അല്ല സർ, വിശാഖ് അന്ന് ഹോട്ടൽ റിസപ്ഷനിൽ വന്നിരുന്നു. അവൻ ഞങ്ങളെ പറ്റി അന്വേഷിച്ചിരുന്നു. ഇല്ല സർ, അങ്ങനെ ആരും അവിടെ വന്നിട്ടില്ല. അപ്പൊ നീ വെറുതെ. അയ്യോ വേണ്ട. ഇനി നിങ്ങൾ തമ്മിൽ ഒരു തർക്കം ഒന്നും വേണ്ട. അന്ന് ഹോട്ടൽ റിസപ്ഷനില് വിശാഖ് സുബ്രഹ്മണ്യം വന്നിരുന്നു 7-നും 7:30-ക്കും ഇടയിൽ. അതിന്റെ CCTV വിഷ്വൽസ് ഒക്കെ ഞങ്ങളുടെയിലുണ്ട്. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിൽ എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. ആ വിഷ്വൽസില് അപർണയും ഉണ്ട്. അതുകൊണ്ട് പേടിക്കുകയും വേണം. ശരിയല്ലേ? അപ്പോഴേ വേറെ ചില കാര്യങ്ങൾ എനിക്ക് അരവിന്ദനോട് മാത്രമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് നീ വന്നേ നടക്ക. നമ്മുടെ വിശാഖ് സുബ്രഹ്മണ്യം ഇല്ലേ, അവനിപ്പോ എവിടാ? ഹലോ, നിന്റെ പഴയ റൂം തന്നെയാ. ഒന്നും പേടിക്കണ്ട. സേവിച്ചൻ പറഞ്ഞോണ്ടാ, അല്ലേടാ വലിഞ്ഞേറാന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനും സേവരങ്ങളിനോട് പറഞ്ഞതാ, എനിക്കും നിനക്കും ലൈഫ് ചേഞ്ച് ആവുള്ള ഒരു അവസരമാ. ഇവിടെ ഇത്രയും സൗകര്യമുള്ളപ്പോ നീ എന്തിനാ വെറുതെ അലഞ്ഞെറിഞ്ഞ് നടക്കുന്നേ? എന്റെ കാര്യത്തിൽ നീ ഇന്റർഫിയർ ചെയ്യുന്നു വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ഞാനൊന്നിനും വരുന്നില്ലേ. നീ ഇവിടെ കിടക്ക്, മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഞാൻ വൈകിട്ട് വരാം. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ?
എനിക്ക് വേണ്ടതൊന്നും നിന്റെ ഹോട്ടലിൽ കിട്ടത്തില്ല. അതുകൊണ്ട് നീ പോ, ഞാൻ ബൈറ്റ് കാണാൻ വിളിക്കാം. ഹലോ ഹലോ, ആ എവിടെയാടേ? എത്ര നേരമായിട്ട് പറയാ സാധനം കൊണ്ടുവരാൻ? ഇവിടെ സ്റ്റഫ് തീർന്നിരിക്കുക. രാത്രി ആയാലും കാര്യം നടക്കത്തില്ല. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എനിക്കിപ്പോ വേണം സ്റ്റഫ്. നീ കൊണ്ടുപോവാ പെട്ടെന്ന്. ആ നിന്നെയൊക്കെ കാര്യം ഏൽപ്പിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാ. നാശം. ഓ ആ നിഖിൽ. ആ ശ്രീറാം സർ, അവനിവിടെ റൂമിലെത്തിയിട്ടുണ്ട്. ആഹാ, റൂമിലെത്തിയോ? അത് നന്നായി. വന്നു കൂടിയെങ്കിലും അവനത്ര പിടുത്തം തരുന്നില്ല സർ. എന്നാലും റൂമിൽ കൂടാൻ സമ്മതിച്ചു. തൽക്കാലം അത് മതി. അവൻ ഇവിടേക്ക് വന്നത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല സർ, ആരും അറിഞ്ഞിട്ടില്ല. ആരും അറിയരുത്. ഇനി ഞാൻ അവനെ വന്ന് കണ്ടോളാം. ആ ഓക്കെ സർ. ഓക്കെ. സേവിച്ച ഇന്നെങ്ങാനും എന്റെ പണി തീരുവോ? കൈ വഴങ്ങുന്നില്ല. പഴയതുപോലെ കൈയും മനസ്സും വഴങ്ങുന്നില്ല. എൻ്റെ മോള് പോയതിനു ശേഷം ഇതൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചതാണ്. ആ ഫോണിഞ്ഞെടുത്തേ. ഹലോ. ആ സേവിച്ചോ? ഞാൻ സൈമണാ, ക്രൈംബ്രാഞ്ച്. എന്താ സാറേ? എന്നാക്കെ ഉണ്ട് വിശേഷങ്ങള്? ക്രിസ്മസുമായിട്ട് അനക്കൊന്നും ഇല്ലയോ? കൊയറിലൊക്കെ പോണ്ടേ? കേക്ക് മുറിക്കണ്ടേ? എനിക്കിനി എന്താ സാറേ ക്രിസ്മസ്? എല്ലാം പോയില്ലേ. ഇനി എന്തോ ഇത് ക്രിസ്മസ്? മുട്ടി നീക്കി തള്ളി ശവപ്പറമ്പ് വരെ എത്തണം, അത്രയേ ഉള്ളൂ. ഛേ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിതം എടുത്ത് എങ്ങനെയാ സേവിച്ച? ഇനിയും കാലം അങ്ങോട്ട് കിടക്കുകയല്ലയോ? ആ അത് പറഞ്ഞപ്പോഴാ നമ്മുടെ വിശാഖ് സുബ്രഹ്മണ്യം ഇല്ലേ, അവനിപ്പോ എവിടാ? അവനെ കുറിച്ച് എനിക്ക് വിവരമൊന്നുമില്ല സാർ. ട്രീസയുമായിട്ടല്ലായിരുന്നു അവൻ്റെ അടുപ്പം. ഞാൻ 1-2 തവണ അവനെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ. എന്താ സാറേ കാര്യം? ഏയ് ഒന്നുമില്ല, സേവിച്ചനെ വിളിച്ചപ്പോ ഒന്ന് അന്വേഷിച്ചു എന്നേ ഉള്ളൂ. അവന് എവിടെ പൊറുതിയെന്ന വല്ലതും അറിയാവോ?